ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഇന്നലെ രാത്രി ഉറക്കം വന്നതേ ഇല്ല. ഒരു 3-3:30 ആയിക്കാണ് ഉറങ്ങിയപ്പോൾ. സാധാരണ അതിൽ നേരത്തെയെങ്കിലും ഉറങ്ങും. ഇന്നലെ ഒട്ടും ഉറക്കം വന്നില്ല. എന്നിട്ട് 6 മണിയായപ്പോൾ അച്ഛൻ വന്ന് വിളിച്ചുണർത്തി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ കഞ്ഞി കൊടുക്കാൻ വേണ്ടി വിളിക്കാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് വിളിച്ചതാണ്. എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു. പിന്നെ ഞാൻ വേണ്ട, അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇനി ഗ്യാസ് ഇപ്പോൾ കുറവല്ലേ, അതുകൊണ്ട് ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പിന്നെ കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ് കാപ്പി ഹോട്ടലുകൾ കുറവാണ്, അപ്പോൾ നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റേ ഇഷ്ടമുള്ളൂ, വീട്ടിലെ ഫുഡേ കഴിക്കുള്ളൂ നേരെ. അങ്ങനെ പിന്നെ വീട്ടിൽ അതും കഴിക്കില്ല, വയ്യാതായ കുറവേ കഴിക്കുള്ളൂ. എന്നാലും പിന്നെ അതുണ്ടാക്കി ദോശയും മുളക് കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അതൊരു 6 മണിക്കാണ് തുടങ്ങി. ഇപ്പോൾ 7:30 1.5 മണിക്കൂർ കൊണ്ട് ദോശ, ചമ്മന്തി, മുളക് കറി, കഞ്ഞി എല്ലാം കൊടുത്തു വിട്ടു. ഇന്നലെ അനത്തിയ വെള്ളം ഉണ്ടായിരുന്നു, അതും കുറച്ച് കൊടുത്തു വിട്ടു. എന്നിട്ട് ഇപ്പോൾ 7:30 ഞാൻ പറ്റുമെങ്കിൽ 1 മണിക്കൂറൊന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞ് വന്നിരിക്കുവാണ്. ജസ്റ്റ് ഇന്നത്തെ വ്ളോഗൊന്ന് തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ടാരോ റീഡിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യാനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് വേണം ചെയ്യാനെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വേണമെങ്കിൽ ഒരു 1-2 ടാരോ റീഡിങ് ചെയ്തിട്ട് ഒരു 9 മണി തൊട്ട് അടുക്കളയിൽ കയറിയാലും മതി. ഒരു 2 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം. അമ്മയ്ക്ക് കുറവുണ്ട്, എന്നാൽ ഭയങ്കരമായ ശരിയായതുമില്ല, ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള മൈൻഡൊന്നും ഇല്ല. പിന്നെ ഞാൻ പഠിക്കണതിൻ്റെ അപ്ഡേറ്റ് അറിയാമല്ലോ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും നോക്കണ്ട. സമയം ഇങ്ങനെയാണ് പോണത്, നമ്മൾ അറിയൂല. പക്ഷേ നമുക്ക് ഓരോ കാര്യത്തിലേക്കും സമയം ഇതാക്കേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ടാരോ റീഡിങ്ങിൻ്റെ പേജ്, യൂട്യൂബ് ചാനലിൻ്റെ നെയിം എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതും എനിക്ക് പറയണതേ ഉള്ളൂ, അത് പറ്റില്ല. അതൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. 1000 ആകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും അത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. പിന്നെ കാണാം, ഉറങ്ങി എഴുതിച്ചിട്ട് കാണാം. കഞ്ഞി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ റെഡിയായി ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ പോയിട്ട് ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞുമാണ് അവിടെ നിൽക്കണം അമ്മയുടെ അടുത്ത്. അപ്പോൾ അവരിങ്ങ് വരും. വന്നിട്ട് ഇന്ന് ഞാൻ അവിടെ തന്നെ നിൽക്കും. അതാണ്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാഗിൽ ഒരു ടോപ്പും പാൻറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എനിക്ക് മാറാൻ വേണ്ടി അമ്മയ്ക്കുള്ളതൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്ന് മിക്കവാറും ഹോസ്പിറ്റലിൽ ഞാനായിരിക്കും. ടാരോ ഡെക്ക് എടുത്തിട്ടുണ്ട്. ടാരോ ഡെക്ക് ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകുന്നതിനോട് എനിക്ക് അതത്ര നല്ലതല്ല. പിന്നെ ഞാൻ ഇതെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പഠിക്കുന്ന ഡെക്കാണ്. ഇനി ഞാൻ ഇത് റീഡിങ് ചെയ്താൽ പോലും എനർജൈസ് ചെയ്ത് കുറേ മാസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഇത് ക്ലെൻസ് ഒക്കെ ചെയ്തിട്ടേ ഉപയോഗിക്കുള്ളൂ. എനർജൈസ് ചെയ്തിട്ടല്ല, ക്ലെൻസ് ചെയ്തിട്ടേ ഉപയോഗിക്കുള്ളൂ. ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട്. പിന്നെ ഇപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. റീഡിങ് ചെയ്യാൻ വേണ്ടി വേറെ ഡെക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ ബുക്ക് കൊണ്ടുപോയി പഠിക്കൂലേ, അതുപോലെ കണ്ട് ഞാൻ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിനി വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് കൂട്ടിയിരിക്കുക കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ജസ്റ്റ് ഇതൊരു പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഒന്നും ഇതിൽ കാണില്ല. ടാരോ ഡെക്ക് മാത്രം പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. പിന്നെ വലിയ വ്ളോഗും ഒന്നും ഇന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം ഹോസ്പിറ്റലിലായിരിക്കും. ഇനി നാളെ ചേച്ചിയുടെ കുഞ്ഞുള്ളതുകൊണ്ട് അവൾക്ക് എപ്പോഴും സൗകര്യത്തിന് വരാൻ പറ്റില്ല. എന്നാലും കുഞ്ഞല്ല, 6 വയസ്സായി. എന്നാലും ചേച്ചി ഇനി നാളെ ഹോസ്പിറ്റലിൽ വന്നിട്ടേ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും സമയം ഞാൻ അവിടെ ആയിരിക്കും. ജസ്റ്റ് എന്തെങ്കിലും പറ്റണ വീഡിയോസോ ക്ലിപ്സോ ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് വന്നിട്ട് വ്ളോഗാക്കി ഷൂട്ട് ചെയ്യാം. ഇതിപ്പോൾ മെയ് 31, നാളെ ജൂൺ 1. അപ്പോൾ സ്കൂൾ തുറന്ന് പോകുന്ന കുഞ്ഞു അവകൾക്കൊക്കെ ആശംസകൾ, പഠിക്കാൻ തുടങ്ങുന്നവർക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. അമ്മയ്ക്ക് കുറവുണ്ട്, ഭയങ്കരമായ കുറവില്ലെങ്കിലും ഒരുവിധം കുറവുണ്ടെന്നാണ് വിളിച്ച് പറഞ്ഞത്. ഇൻഫെക്ഷനാണ് ബ്ലഡിലും പിന്നെ യൂറിനിലും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അത് നോക്കണം. അവർ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, അതിന് റിസൾട്ട് വന്നാന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ, ഡെറ്റോള്, ഫ്രൂട്ട്സ് എന്തെങ്കിലും മുറിക്കുക, ഒരു കത്തി, പിന്നെ ചമ്മന്തി അരച്ചത്, അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഡ്രസ്സ്, കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള കാശ്, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. CGHS കാർഡ് ഉള്ളതുകൊണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ കുറച്ച് എമൗണ്ട് ആവുമെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ വളരെ കുറച്ച് അടയ്ക്കേണ്ടി വരുള്ളൂ. അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കാനും വേണ്ട, അങ്ങനത്തെ ഹോസ്പിറ്റലാണ്.
അങ്ങനെ കാർഡിലുള്ള ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ശരി. അതൊരു അനാഥ പൂച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പാലൊഴിച്ച് വെച്ച് കൊടുത്തതാണ്. പക്ഷേ ഈ വലിയ പൂച്ച നിൽക്കണോണ്ട് അത് അതിൽ നിന്ന് കുടിക്കണില്ല, തറയിൽ നിന്നാണ് കുടിക്കുന്നത്. എന്തായാലും കുടിക്കട്ടെ. നമ്മളെ വീട്ടിലുള്ള പൂച്ചയല്ല, അതെന്നെ കണ്ട് പേടിച്ച് പോവുകയാണ്. ഞാൻ എന്തായാലും മാറിക്കൊടുക്കാം, അത് കുടിച്ചോട്ടെ. ഞാൻ ഹോസ്പിറ്റലിലെത്തി, ഇവിടെ റൂമിലിരിക്കുവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബോറടിച്ചിരിക്കുകയാണ്. അമ്മ ഉറങ്ങുന്നു. ഞാൻ എന്താ ടാരോ ഡെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡെക്കിൽ കാർഡുണ്ട്. അപ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ട്. ഒരു 2:30, 3:30 അവരെയൊക്കെ പഠിച്ചിട്ട് ബിരിയാണി ബ്രദർ അവന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ എനിക്കും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അതുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെടുത്ത് വെച്ച് കഴിച്ച് വെള്ളവും കുടിച്ചിട്ട് ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ബോറായിരിക്കും. പിന്നെ കുറച്ച് ടാരോ റീഡിംഗ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നെറ്റും ഒന്നുമില്ല, വൈഫൈ കണക്ഷനാണ് വീട്ടിൽ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ നെറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കേൾക്കാം. ഇത് കുറച്ച് നേരം പഠിച്ചിട്ട് അത് കേൾക്കാം. ഇല്ലേ പിന്നെ ഇത് പഠിക്കാൻ ഇന്നതേ പറ്റുള്ളൂ, പഠിക്കാൻ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. വേറെ വിശേഷമൊന്നുമില്ല, ചുമ്മാ ഇരിക്കരുത്. അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചേച്ചി വാങ്ങിച്ചതിൽ ഒരു ബിരിയാണി മിച്ചം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കയ്യിലുള്ള ബിരിയാണി പിന്നെ എന്തെങ്കിലും ചെയ്യാം, കഴിക്കണോ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിക്കാം. നല്ല മണമൊക്കെ വരണുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചിട്ട് കാണാം കേട്ടോ. കഴിച്ചിട്ട് വീഡിയോ എടുക്കും പിന്നീട്. ആരോടൊക്കെ എടുത്തിട്ട് വന്നു, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല, ഒരുമാതിരി ഇരിക്കണോണ്ട് പഠിച്ചില്ല. പിന്നെ അതാ വാഴയ്ക്കപ്പോൾ ഇപ്പോൾ പോയി വാങ്ങിച്ചിട്ട് വന്നു. കോഫി ഉണ്ട്, അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഇതാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നു. അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ച് പനി കൂടി, പിന്നെ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് ട്രിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോളും കൂടെ അങ്ങ് പോയി. ഞാൻ ഇങ്ങ് വന്നിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറക്കം വരില്ല, അപ്പോൾ പിന്നെ തലവേദനയുണ്ട്. അതുകൊണ്ട് അത് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഇനി ഫ്രഷായി കുറച്ച് ടാരോ റീഡിങ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും. കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ നല്ലതായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ കഴിച്ച് അങ്ങ് പോകണം. അപ്പോൾ അതൊക്കെയാണ് കഥ. കണ്ണാടിയിൽ ഞാൻ 1, 2, 3. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഈ വീഡിയോ മിക്കവാറും ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യും. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നാളെ കൊണ്ടുപോകാനും ഇന്ന് കഴിക്കാനും ഒക്കെ ആയിട്ടാണ്. രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം താമസിച്ചാണ് വരണമെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയുള്ളൂ വീഡിയോയിൽ, പിന്നെ കാണിച്ചു തരാം. ഗിരിയുടെ കുറച്ച് നേരം കൂടെ